ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കോരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1 കോരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 13 പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നതാണ്, എന്നാൽ ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയുവാൻ പറ്റുമോ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്ന്? എന്നാൽ ആ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണോ? നമുക്കൊറ്റ വാക്കിൽ പറഞ്ഞ് തീരാവുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്നുള്ളത്. എന്നാൽ അതിന് വലിയ ഒരുപാട് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്താണ് സ്നേഹം? നമുക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ഒരു സ്നേഹമാണ്. അകത്തുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ വെടിഞ്ഞ് പുറത്തെ സ്നേഹത്തിലേക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരു സ്നേഹത്തെ നാം സ്വീകരിച്ചപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ടായത്. നമുക്ക് ഇടയിലുള്ള, നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ വീട്ടിലുള്ള സ്നേഹത്തെ, അല്ലെങ്കിൽ നമുക്കിടയിലുള്ള സ്നേഹത്തെ മറന്ന് പുറത്തുനിന്ന് ഉള്ള ഒരു സ്നേഹം വരുമ്പോഴാണ് നമുക്ക് പാപം ഉള്ളിൽ ജനിക്കുന്നത്. സ്തോത്രം. ഇവിടെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമാണ് അവിടെ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത്. ഇന്ന് പലപ്പോഴും സ്നേഹത്തിന് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയും. ഇന്ന് എന്തെങ്കിലും കൊടുത്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്താലാണ് നമുക്ക് തിരിച്ച് സ്നേഹം ലഭിക്കുക. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള സ്നേഹമാണ്. അത് കുറച്ച് നേരത്തേക്കേ കാണുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു മനുഷ്യരുമായി ബന്ധമുണ്ടോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിലായിരിക്കും നമ്മുടെ പ്രവൃത്തി പലപ്പോഴും ഉണ്ടാകുക. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കും, ഇവയിൽ വലിയതോ സ്നേഹം തന്നെയെന്ന്. നമുക്കറിയാം, നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ പറ്റും, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റുകയാണ്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ അവൻ പ്രദർശിപ്പിച്ചത്, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് തൻ്റെ ഏറ്റവും പ്രിയ പുത്രനെ വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു. ആ കാൽവറി ക്രൂശിൻ്റെ സ്നേഹം കൊണ്ടാണ്, ആ കാൽവറി ക്രൂശിലെ ആ നിത്യ സ്നേഹം കൊണ്ടാണ് നമ്മളെ ആ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട നമ്മുടെ സ്നേഹം, നമ്മുടെ ഉള്ളിലെ പാപങ്ങളെ കഴുകിക്കളയുവാൻ തൻ്റെ പ്രിയ പുത്രനെ അയച്ചത് തന്നെ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് എവിടെയാണ് സ്നേഹം നഷ്ടപ്പെട്ടത്? ഇന്ന് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ മാത്രം നമുക്ക് തിരിച്ച് സ്നേഹിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ തിരിച്ച് സ്നേഹിക്കുന്ന അവസ്ഥ. അങ്ങനെയല്ല വേണ്ടത്. ഈ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാം, എന്നാൽ തിരിച്ച് പ്രതീക്ഷിക്കരുത്. തിരിച്ച് പ്രതീക്ഷിക്കാത്തതാണ് സ്നേഹം. ദൈവം നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല തൻ്റെ പ്രിയ പുത്രനെ നമുക്ക് വേണ്ടി വിട്ടുകൊടുത്തത്. അവന് നമ്മോടുള്ള സ്നേഹം, അവന് നമ്മോടുള്ള, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് ഇവിടെ കണ്ടത്. ഇന്നത്തെ കാലഘട്ടം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കിടയിൽ തന്നെ ഉണ്ട്. എന്താണ് സ്നേഹത്തിൻ്റെ വില? സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ? സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അയൽപക്കക്കാർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ? ഒരു സഭയിൽ കൂടുന്ന, അല്ലെങ്കിൽ ഒരു പ്രെയർ ഗ്രൂപ്പിൽ കൂടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരോടോ, നമ്മുടെ മാതാപിതാക്കളോടോ, സ്വന്തം കൂടപ്പിറപ്പുകളോടോ, ഭാര്യയോടോ, ഭർത്താവിനോടോ, കുഞ്ഞുങ്ങളോടോ നമ്മൾ ഇന്ന് യഥാർത്ഥ സ്നേഹമാണോ അവർക്ക് കൊടുക്കുന്നത്? എങ്കിൽ ആ യഥാർത്ഥ സ്നേഹമാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്നെങ്കിൽ ഒരിക്കലും അവർ പുറത്തെ ഒരു സ്നേഹം തപ്പി പോവുകയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാനാണോ ഈ സ്നേഹം? ഇന്ന് പലപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലും എല്ലാം ഒരു പ്രഹസനമാണ്.
ഫോട്ടോ എടുത്തും ഞങ്ങൾ സ്നേഹത്തിലാണ് കഴിയുന്നതെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് പലപ്പോഴും സ്നേഹത്തിൻ്റെ വില. അല്ലെങ്കിൽ ആരെയൊക്കെയോ നമ്മൾ ബോധിപ്പിക്കുകയാണ് സ്റ്റാറ്റസ് ഇട്ടും എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് അവരോട് സ്നേഹമുണ്ട് എന്നുള്ളത് നമ്മൾ ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലഘട്ടങ്ങൾ നമ്മൾ ഓർത്തെടുത്താൽ അല്ലെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇന്ന് എന്താണ് സ്നേഹം. ഇന്ന് ഞാൻ എൻ്റെ സഹോദരന് എന്തെങ്കിലും കൊടുത്തെങ്കിൽ അവൻ അതോർത്ത് അവൻ എനിക്ക് തിരിച്ചു തരുന്ന, അല്ലെങ്കിൽ അതോർത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അവന് നൽകിയിട്ടുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും വിധത്തിൽ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപരമായി എത്രയാണോ അതിനെ നമ്മളെ സ്നേഹിക്കുന്ന അവസ്ഥ. അങ്ങനെ ആകരുത് സ്നേഹം. നമ്മൾ കൊടുക്കുന്നത് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ, അത് സാമ്പത്തികമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലാകട്ടെ, എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ നമ്മൾ അവരിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ നിരാശയിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, വ്യാജമില്ലാത്ത സ്നേഹം കൊടുക്കണം, തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹം. നമ്മുടെ പ്രതിഫലം എവിടെയാണെന്ന് അറിയാമോ എൻ്റെ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ? നമ്മുടെ സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്നതിലൊക്കെയുള്ള പ്രതിഫലം സ്വർഗത്തിലാണ്. ഇന്ന് സ്വർഗത്തിലാണ് നമുക്ക്, ദൈവമാണ് നമുക്കതിൻ്റെ പ്രതിഫലം തരേണ്ടത്. നമ്മൾ പലപ്പോഴും ഒരാളെ സഹായിച്ചിട്ട് അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്നത്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. തിരിച്ച് ഒന്നും ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്തൊരു സ്നേഹമായിരിക്കട്ടെ നമ്മൾ കൊടുക്കുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തെ സ്നേഹിക്കുക. അവനിൽ സ്നേഹിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഒരു യഥാർത്ഥ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ആപത്ത് ഘട്ടങ്ങളിലോ നിങ്ങൾ രോഗികളായി കിടക്കുമ്പോഴോ നിങ്ങളുടെ തകർച്ചയിലോ ഒന്നും ആരും ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല. ഇന്ന് യഥാർത്ഥ സ്നേഹം അറിയണമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണം. നമ്മുടെ ഇടയിൽ, സഹോദരങ്ങൾക്കിടയിൽ തന്നെ ആകട്ടെ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അറിയാം ആരുടെയൊക്കെ സ്നേഹം യഥാർത്ഥമാണെന്ന്. പലതും കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കുന്ന അവസ്ഥ, എന്തെങ്കിലും കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത, അവർക്ക് അതുകൊണ്ട് എന്തവാ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നോ? നമുക്ക് പലപ്പോഴും ഷോ കാണിച്ച് ഞാൻ ഇത് കൊടുത്തു, അല്ലെ ഇന്ന സഹായം ചെയ്തു, അവർക്ക് ഞാൻ ഇന്ന ഇത് കൊടുത്തു എന്ന് പറയാൻ പറ്റും. എന്നാൽ അതുകൊണ്ട് അവരുടെ ആ ഒരു പ്രശ്നം മാറിയോ? ഇന്ന് ആർക്കും ഒരു നല്ല ശമരിയനാകാൻ പറ്റുമോ? എനിക്കോ നിങ്ങൾക്കോ ഒരു നല്ല ശമര്യക്കാരനാകാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഇല്ലേ? ഇന്ന് നമ്മൾ കൊടുത്തു, ആർക്ക് എന്തോ ഷോ കാണിക്കാൻ വേണ്ടി ഞാനും അവർക്ക് ഇന്നത് കൊടുത്തു. എന്നാൽ ആ കൊടുത്തിട്ട് അവരതിൽ നിന്നും മോചിതരായോ? അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവർക്ക് ഇന്നും ഉണ്ടോ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും അലട്ടുന്ന പ്രോബ്ലങ്ങളുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ നൽകിയത്, ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ തിരക്കണം അവരുടെ കാര്യങ്ങൾ. ഇന്ന് സ്നേഹം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്ന ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് മറ്റെന്ത് മാർക്കറ്റിൽ കിട്ടും. എന്നാൽ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, നമ്മളിനി കോടികൾ മുടക്കിയെന്ന് പറഞ്ഞാലും നിനക്കുള്ളതൊക്കെ വിറ്റെന്ന് പറഞ്ഞാലും അവർ സ്നേഹിക്കണമെന്നില്ല. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് മാതാപിതാക്കളോടാകട്ടെ, സ്വന്തം കൂടപ്പിറപ്പുകളോടാകട്ടെ, കുഞ്ഞുങ്ങളോടോ, ഈ സമൂഹത്തോടോ, തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരോടോ, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ ഒക്കെ നമ്മൾ കാണിക്കുക. അതൊരിക്കലും പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതല്ല. അത് ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. ആ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം യഥാർത്ഥമാകണമെങ്കിൽ ക്രിസ്തു യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് സ്നേഹിപ്പാൻ കഴിയുകയില്ല. സ്വന്തം കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാത്ത എത്രയോ പേർ ആൾക്കാരെയും നാട്ടുകാരെയും കാണിക്കാൻ വേണ്ടി എന്തോ ചെയ്തു എന്നുള്ളൊരു ഭാവത്തിൽ നടക്കുന്നവർ. ഇന്ന് സ്നേഹത്തിന് അർത്ഥമില്ലാതായിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് നിർത്താം. അതുകൊണ്ടാണ് സ്നേഹം നിർവാജ്യമായിരിക്കട്ടെ. സ്നേഹിക്കുന്നത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ആയിരിക്കട്ടെ. തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹമായിരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. ഈ വചനങ്ങളാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ.